നമസ്കാരം. IBN മലയാളത്തിന്റെ ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടോക്ക് ഷോയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഹരിപ്പാട് ബാർ അസോസിയേഷനിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്താണ്. സർ, IBN മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനം തന്നെയാണ്. അതായത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വക ഒരാളെ കഴകമായിട്ട് ആ ക്ഷേത്രത്തിൽ നിയമിക്കുന്നു. അതിനെതിരെയായിട്ട് ക്ഷേത്രം തന്ത്രിയും അതേപോലെ തന്നെ വാര്യർ സഭയും എല്ലാം രംഗത്ത് വരുന്നു. അത് വലിയൊരു ജാതി വിവേചനം കേരളത്തിൽ നടന്നു എന്ന തരത്തിലുള്ളൊരു അല്ലെങ്കിൽ നടക്കുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്തയിലേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ ശരിക്കും എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു നിയമനം നടന്നു. ആ നിയമത്തിൻ്റെ ആക്ഷേപങ്ങൾ ഉയർന്നു. പക്ഷേ കേരളം ആകെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കേരളം ചർച്ച ചെയ്താൽ മതി എന്ന രീതിയിൽ ചർച്ചകളെ കൊണ്ടുപോകുന്നത്, ഇതൊരു ജാതി വിവേചനം നടന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. അതായത് ജാതി വിവേചനം നടന്നു, ആ ജാതി വിവേചനത്തിനെതിരെ ഞങ്ങൾ കുറേ ആൾക്കാർ അതിനെതിരെ ശബ്ദമുയർത്തുന്നു എന്ന ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ വിഷയം ഇത്ര പെട്ടെന്ന് നിയമസഭയിൽ വരെ ചർച്ചയിൽ എത്താനുള്ള കാരണം. അപ്പോൾ സ്വാഭാവിക നീതി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ഈ സംഭവത്തിൻ്റെ ഇരുവശവും കേൾക്കുക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നീതിയുണ്ട്. ആ നീതി നടപ്പിലാക്കാൻ, അല്ലെ ആ നീതി എന്താണെന്ന് വെച്ചാൽ, അത് ഈ പിരിച്ചുവിട്ടപ്പെട്ട അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാൻ കാരണമായ വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം. ആരാണോ ആക്ഷേപം ഉന്നയിച്ചത് അവരുടെ ഭാഗവും കേൾക്കണം. ആ രണ്ട് ഭാഗം കേട്ടിട്ട് ആ രണ്ട് ഭാഗത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യണം. പൊതുസമൂഹവും രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ബാക്കിയെല്ലാ സാമൂഹ്യ നേതാക്കന്മാരെ എല്ലാവരും ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്യുന്നതിന് ആർക്കും വിലക്കുകളൊന്നുമില്ലല്ലോ. ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കണം, അതിന് ചർച്ച ചെയ്യണം, അതിന് സാമൂഹികമായ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം, അതിലെ പോരായ്മകൾ പരിഹരിക്കണം. അതിൽ ചർച്ചകളിൽ കൂടെ മാത്രമേ അത് ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. പക്ഷേങ്കിൽ അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്വാഭാവികമായ ഒരു നീതിയുണ്ട്. രണ്ട് ഭാഗവും കേൾക്കുക എന്നുള്ളതാണ് ആ സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന പ്രമാണം. അതിവിടെ തന്ത്രിമാർക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇതിനെ ഒരു ലക്ഷ്യത്തോടെയും ഒരേ കാഴ്ചപ്പാടിൽ കൂടെയുള്ള ഒരു ചർച്ച കൊണ്ടുപോകണം, ഇന്ന രീതിയിൽ ചർച്ച ചെയ്താൽ മതി എന്ന ഒരു നറേറ്റീവ് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചകൾക്ക് പുറകിലുള്ള ഒരു ആക്ഷേപം. അതേപോലെ തന്നെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ അകത്തുള്ള കഴക കാര്യങ്ങൾ അല്ലെങ്കിൽ കഴക പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ആ കുടുംബങ്ങൾക്ക് തന്നെ അവകാശമുണ്ട്. കാരായ്മ അവകാശം എന്ന് പറയുന്ന ഒരു അവകാശമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകൾ എന്തെങ്കിലും വരാത്ത തരത്തിൽ ഇങ്ങനൊരു ആക്ഷേപം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതല്ല, അത് അതിന് വിശദമായിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പൊതുസമൂഹത്തിൻ്റെ പല ചർച്ചകളും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ പല വസ്തുക്കളെയും മറച്ചു വെച്ച് അല്ലെങ്കിൽ തമസ്കരിച്ചു കൊണ്ടാണ് ചർച്ചകൾ പോകുന്നത്. അപ്പോൾ ഈ കാരായ്മ അവകാശം എന്താണ്, ഊരായ്മ അവകാശം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുകൂടെ നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ വസ്തുക്കളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ കാരായ്മ അവകാശം എന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം അതിപുരാതന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത കാലം മുതൽക്കോ അതിന് മുമ്പ് മുതലോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ക്ഷേത്രത്തിലെ ദൈനംദിന കർമ്മങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതായത് ക്ഷേത്ര തന്ത്രിയുടെ ജോലിയല്ല, ശാന്തിയുടെ ജോലിയല്ലാതെ അതിനോടനുബന്ധ ജോലികളുണ്ട്. ഇപ്പോൾ വിളക്ക് തയ്യാറാക്കുന്നത്, മാല കെട്ടുന്നത്, അങ്ങനെ ഒരുപാട് ഓരോ ക്ഷേത്രങ്ങളിലും അത് മാറിയിരിക്കും. ആ ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങൾക്ക് ജോലികൾ നിർവഹിക്കാൻ വേണ്ടി നിയമിതരായ കുറച്ച് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ അവകാശമാണ് കാരായ്മ അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരായ്മ അവകാശം എന്ന് പറയുന്നത് പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിലെ ഇന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ആ നിയോഗിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. ആ അവകാശം നിയമപരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമപരമായ അവകാശത്തെ കോടതികൾ സ്ഥാപിച്ചു നൽകിയിട്ടുമുണ്ട്. അത് ശരിയാണ്, അവരുടെ അവകാശം. അതുപോലെ തന്നെയാണ് തന്ത്രിയാവകാശങ്ങളും അങ്ങനെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് ആ അവകാശം നിലനിർത്തിക്കൊണ്ട് താഴ്വരയായിട്ട് ആ അവകാശത്തെ കൈമാറി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ താഴ്വരയായിട്ടുള്ള ആ അവകാശം കൈമാറി വരുന്നവർ ആ താന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങളും ക്രിയകളും അതിൻ്റെ ചിട്ടപ്രകാരം തന്നെ പഠിച്ചിട്ടുള്ളവരുമായിരിക്കും. അതുപോലെ തന്നെയാണ് അത് താന്ത്രിക രീതിയിൽ തന്ത്രിമാരുടെ കാര്യം. അതുപോലെ ഈ കാരായ്മ അവകാശം
ഈ രീതിയിൽ തന്നെ കൈമാറി വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കുടുംബത്തിന് ഇപ്പം ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ ഇന്ന് ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയത്തിൽ മാലകെട്ട് കാരായ്മ അവകാശമാണ്. മാലകെട്ട്. അപ്പോൾ ഈ മാലകെട്ട് കാരായ്മ അവകാശം അവിടെ ഒരു കുടുംബത്തിന്, ഒരു ഭാര്യ കുടുംബത്തിനാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു കാരായ്മ കുടുംബത്തിലെ ഒരു കുടുംബ മൂപ്പൻ എന്ന് പറയും. നമ്മൾ കാരണം എന്ന് പറയുന്നത് കുടുംബ മൂപ്പൻ ആണ് ആ അവകാശത്തിൽ ആരെയാണോ ആ അവകാശിയായിട്ട് നിയമിക്കേണ്ടതെന്ന് ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കുന്നത്. ആ കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ മൂപ്പന് ഒരാളെ നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ മൂപ്പന് ഇഷ്ടമുള്ളവരെ നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. ഈ കാരായ്മ അവകാശപ്രകാരമുള്ള അവകാശിയാണ് മൂപ്പൻ നിർദ്ദേശിക്കുന്നത്. ആ മൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നയാൾ ആ കാരായ്മ അവകാശത്തിലുള്ള കുടുംബത്തിലേതാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസിൽദാറിൽ നിന്നോ അതുപോലെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങി ദേവസ്വത്തിൽ സമർപ്പിക്കുകയും വേണം. അങ്ങനെ ആ അവകാശപ്രകാരമുള്ള ആളെ ദേവസ്വം അവിടെ നിയമിക്കും. ഈ പറയുന്ന വഴിയിൽ മാത്രമേ അവിടെ നിയമനം സാധ്യമാകത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ നിയമിക്കുന്ന ഒരു കാരായ്മ അവകാശത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരാൾ ഈ പറയുന്ന അയാളുടെ ജോലിയിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ അയാളെ ആ ജോലിക്ക് മോശമാണ്, അയാളെ അതിന് കൊള്ളില്ല എന്ന് വെച്ചു നടപടി എടുക്കാൻ ദിവസത്തിന് പറ്റും. അയാളെ പിരിച്ചുവിട്ടെന്ന് തന്നെ കരുതിക്കും. പിരിച്ചുവിട്ടാൽ വീണ്ടും ആ അവകാശത്തിലുള്ള മറ്റൊരാളെ അവിടെ നിയോഗിക്കാനുണ്ടോ എന്ന് ഇതേ മൂപ്പനോട് ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടണം. അപ്പോൾ ആ അവകാശത്തിൽപ്പെട്ട മറ്റൊരാളെ അവിടെ നിർദ്ദേശിച്ച് അവിടെ നിയമിക്കണം. അതേ പറ്റൂ. ഉടനെ അങ്ങനെ ഒരാളിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിൽ വഴി ഒരാളെ അവിടെ നിയമിച്ചാൽ അത് ശരിയായ വഴിയിലെ നിയമനമല്ല. ആ നിയമനം അസാധുവാണ്. കാരണം അങ്ങനെ നിയമിക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കാരായ്മ അവകാശം. കാരായ്മ അവകാശത്തിൻ്റെ നിയമന രീതിയും അങ്ങനെയാണ്. ഈ ഊരായ്മ അവകാശമുണ്ട്. ഊരായ്മ അവകാശം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ ഈ ദൈനംദിനമല്ലാതെ അടിയന്തര കർമ്മങ്ങളുണ്ട്. ക്ഷേത്രത്തിലെ അടിയന്തര കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങൾ അത് ഇപ്പോൾ പല കർമ്മങ്ങളും അടിയന്തര കർമ്മങ്ങൾ വരും. അപ്പോൾ ആ അടിയന്തര കർമ്മങ്ങൾ ദൈനംദിനം നടത്തുന്ന കർമ്മങ്ങളല്ല. അതിനകത്ത് അവകാശപ്രകാരമായി വരുന്നവരാണ് ഊരായ്മ അവകാശക്കാരൻ. നമ്മുടെ ഈ കാരായ്മ അവകാശം, ഊരായ്മ അവകാശം ഈ പുരാതന ക്ഷേത്രങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ ഇത് അവകാശപ്രകാരം നടന്നു വരുന്നതാണ്. ഈ ദേവസ്വത്തിലേക്ക് വന്ന ഈ ദേവസ്വം ആക്ടുകളിലൊക്കെ ഈ അവകാശങ്ങളെക്കുറിച്ച് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങൾ കോടതികളിൽ നടന്നിട്ടുണ്ട്. ഈ കാരായ്മ അവകാശത്തിൻ്റെ തന്ത്രിയാവകാശത്തിനെ എല്ലാം കോടതികൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ അതൊരു സെറ്റിൽഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഒരു സെറ്റിൽഡ് നിയമത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് നിയമവിരുദ്ധമായിട്ടോ ഒന്നുമില്ല, തർക്കങ്ങൾക്ക് കാരണമായിട്ടോ നിലവിലൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ കാരായ്മ അവകാശത്തിൽ ഉണ്ടായിരുന്ന മാലകെട്ട് കഴകത്തിൽ നിന്ന ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡ് പുറത്താക്കുന്നു. അപ്പോൾ അവിടെ 2 മാസമാണ് ഈ കാരായ്മ അവകാശം ഉള്ളത്. 2 മാസം. ബാക്കിയുള്ള 10 മാസം ഇവർ തന്നെ തുടർന്ന് ഈ ജോലി തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് ഡെയിലി വേജസ് ആണ്. ഇതൊന്നും ഭീമമായ തുകയോ ഇവരാരും അങ്ങ് വലിയ പ്രതിഫലം പറ്റുന്നവരൊന്നും അല്ല. അപ്പോൾ ആ രീതിയിൽ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആളിനെ അതിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം മറ്റൊരാളെ അവിടെ പരീക്ഷ നടത്തി, റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തി എടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം പ്രോപ്പറായിട്ട് പരീക്ഷ എഴുതി അവിടെ വന്നിരിക്കുകയാണ്. അവിടെ തെറ്റ് സംഭവിച്ചത് റിക്രൂട്ട്മെന്റ് ബോർഡിനും ആ പറയുന്ന ഒഴിവ് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത ദേവസ്വം ബോർഡിനുമാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഒരാളെ അവിടെ നിയമിക്കുക എന്ന് പറയുന്നത് ശരിയായ നിയമനമല്ല. അപ്പോൾ ആ ശരിയായ നിയമനമല്ല എന്ന് പറയുന്നത് ക്ഷേത്രതന്ത്രിയുടെ ചുമതലയുടെ ഭാഗമായ ക്ഷേത്രാചാരങ്ങളുടെയും ക്ഷേത്രശാന്തി പ്രവർത്തികളുടെയും ഭാഗമാണ് ഈ പറയുന്ന മാലകെട്ട് പോലെയുള്ള ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഈ കാരായ്മ പ്രവർത്തികളല്ല. മനസ്സിലായില്ലേ? ഈ പറയുന്ന കഴക പ്രവർത്തികളല്ല. അപ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ആ ഒരു നിയമനത്തിൽ അത് ചെയ്യേണ്ട വ്യക്തി യഥാർത്ഥമായി ചെയ്യേണ്ട ആളല്ല ഇത് ചെയ്യുന്നത്, തെറ്റായ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് എന്ന് തന്ത്രി പറയുന്നതിനകത്ത് തെറ്റുമല്ലോ ഉണ്ട്. അപ്പോൾ പക്ഷേങ്കിൽ അവിടെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക്, അതായത് എങ്ങനെ ഭിന്നിപ്പിക്കാമെന്ന് കണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു തർക്കം സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാമെന്ന് ബോധപൂർവം ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ ആ ഒരു ഭാഗത്തെ മാത്രം അദ്ദേഹം ഒരു ഈഴവനായതുകൊണ്ട് മാത്രം എതിർക്കുന്നു എന്ന ഒരു വീക്ഷണം അവിടെ നടത്തി അത് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. അത് ശരിയായ നടപടിയല്ലെന്ന് മാത്രമാണ് എൻ്റെ പക്ഷം.
അതായത് അദ്ദേഹം ഒരു ഈഴവൻ എന്ന നിലയിൽ മറ്റീ പറയുന്ന ഒരു കാരണങ്ങളുമില്ല, ഒരു ഈഴവനെ അവിടെ നിയമിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രാഹ്മണനല്ലാത്ത മറ്റൊരു ജാതിക്കാരനെ അവിടെ നിയമിച്ചു, അതിൻ്റെ പേരിൽ മാത്രം എതിർക്കാമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, ആ തന്ത്രിമാരെ നമ്മൾ ഈ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. മനസ്സിലായത്? കാരണം അത് ക്ലിയർ ഒരു ജാതി വിവേചനമാണ്. ഇവിടെ ജാതി വിവേചനമല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ തെറ്റായ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ആ റിക്രൂട്ട്മെന്റ് നടന്നത് ഒരു ഈഴവനായതുകൊണ്ട് ആ ഈഴവൻ എന്നുള്ളത് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അതൊരു വലിയ കോൺട്രവേഴ്സിയാക്കി മാറ്റുക, ആ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഹിന്ദു വിഭാഗത്തിൻ്റെ ഇപ്പോഴും ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ഉള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് അതിനെ മാത്രം അടർത്തി മാറ്റി ചർച്ച ചെയ്ത് പിന്നെ മറ്റ് റിക്രൂട്ട്മെന്റ് പ്രശ്നങ്ങളൊന്നും ഓടില്ല. പിന്നെ ഒരു ഈഴവനായതുകൊണ്ട് ഈ കഴക ജോലികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിഷയം മാത്രമാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കും. അത് ശരിയായ നടപടിയല്ല. കാരണം ഇപ്പം ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് ബോർഡ് അവിടെ ഈഴവന് പകരം ഒരു വാര്യയോ മറ്റൊരു വാര്യയോ, ഈ പറയുന്ന കഴ അവകാശമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വാര്യയോ അല്ലെങ്കിൽ ഒരു മൂസൂദിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അതുപോലെ നിയമിച്ചിരുന്നെങ്കിലും അത് തെറ്റായ റിക്രൂട്ട്മെന്റ്. അതും തെറ്റായ റിക്രൂട്ട്മെന്റ്. അവരെ മാറ്റി ഈ കഴക അവകാശമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ അവിടെ ജോലി കൊടുത്തേ പറ്റും. അതാണ് ശരിയായ റിക്രൂട്ട്മെന്റ്, നിലനിൽക്കുന്ന വ്യവസ്ഥ പ്രകാരമുള്ള ശരിയായ റിക്രൂട്ട്മെന്റ് അതാണ്. അപ്പം അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു മൂസോ വാര്യോ വല്ലതും തെറ്റായ റിക്രൂട്ട്മെന്റ് വന്നിട്ട് അയാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒരക്ഷരം കൊണ്ടുവരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു കാരണവശാലും വിടത്തില്ല. കാരണം അവിടെ ജാതീയപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു സ്കോപ്പില്ല. മനസ്സിലല്ലേ? അപ്പം ഇവിടെ ഈ പറയുന്ന ചർച്ച ചെയ്യുന്നവരെല്ലാം കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ വാസവൻ ഘോരം നിയമസഭയിൽ പറഞ്ഞു കേട്ടു, ഒരു കാരണവശാലും ഈ ജാതി വിവേചനം ഇവിടെ അനുവദിക്കില്ല. അപ്പോൾ ഈ ജാതി വിവേചനം അല്ല ഇവിടെ നടന്നു, ഒരു റിക്രൂട്ട്മെന്റിലെ അപാകതയ്ക്കെതിരെ തന്ത്രിമാർ പ്രതികരിച്ചതാണെന്നും അദ്ദേഹം മനസ്സിലാക്കാഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് മറ്റൊരു പൊളിറ്റിക്കലി നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്കോപ്പുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ജാതി വിവേചനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുവെന്നും അപ്പോൾ അവിടെ വിവേചനം അനുഭവിക്കുന്ന ആൾക്കാരുടെ എല്ലാം രക്ഷകർ ഞങ്ങളാണെന്നും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു 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 എന്താ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കാൻ മാത്രമാണ് ഇത് ജാതീയത എന്ന ഒരു കോൺഗ്രസിൽ ഇത് ചർച്ച ചെയ്യുന്നതെന്നാണ് എൻ്റെ പക്ഷം. കാരണം അല്ലാതെ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗം കേട്ട് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. തെറ്റായ റിക്രൂട്ട്മെന്റ് അവിടെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അക്ഷരം അതുകൊണ്ടാണ് മിണ്ടാത്തത്. അതും പറയണ്ടേ? അത് പറഞ്ഞിട്ട് പറയും ഇതാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ജാതീയത എന്നുള്ളതിൻ്റെ പ്രാധാന്യം അവിടെ നശിച്ചു. അതായത് ഈ പറയുന്ന വാര്യ കുടുംബത്തിലെ ഈ പിരിച്ചുവിട്ടപ്പെട്ട അല്ലെ പുറത്താക്കപ്പെട്ട വ്യക്തി കോടതി സമീപിച്ചിട്ടുണ്ട്. അപ്പം കോടതിയിൽ ആ കേസ് വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഈ റിക്രൂട്ട്മെന്റ് നടത്തിയതിനകത്ത് തന്നെ ഒരു ദുരുദ്ദേശം നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം കോടതിയിൽ ആ കേസ് പരിഗണിച്ച് അതിനകത്തൊരു തീരുമാനം കോടതി പറയുന്നവരെ വേണമെങ്കിൽ അവർക്ക് കാക്കായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് മാത്രമല്ല, ഈ പറയുന്ന ആളെ അവിടെ നിയമിച്ചിട്ട് ഈ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ ഒരു പ്യൂണായിട്ട് ജോലിയിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഭാഗത്തെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും എല്ലാം ശരിയായിരുന്നു, അതിനകത്ത് അപാകതകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവർ ചടുലമായി ഒരു തീരുമാനത്തിലൂടെ അദ്ദേഹത്തെ മാറ്റി മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ ജോലി കൊടുക്കാൻ തയ്യാറാകും. കോടതിയിൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന പുറത്താക്കപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അവകാശം സ്ഥാപിക്കാൻ കഴിയും, വളരെ നിസ്സാരമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കേസാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഈ കഴക ജോലിയിൽ നിന്ന് മാറ്റി അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ ജോലി കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരത് ചെയ്യില്ല. കാരണം ഇപ്പം ഇത്രയും ആർജവത്തോടെ നിൽക്കുന്ന ആൾക്കാർ അന്നും അത് മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി, ഒരു വലിയ ഒരു വിനിമയ മൂല്യം അതിനുണ്ട്, ഒരു രാഷ്ട്രീയപരമായ വിനിമയ മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടല്ലയോ ഇപ്പോഴ് ഈ സമീപനം എടുത്തത്? തീർച്ചയായും അതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇതിൽ ഇടപെടുന്നത് വളരെ മോശമായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ക്യാപ്ഷനുകളാണെങ്കിലും തംബ്നെയിലുകളാണെങ്കിലും നോക്കിയാൽ മതി, ഇനിയും തുടരണമോ ഈ ജാതി വിവേചനം, ഒന്ന്. രണ്ടാമത്തത് ജാതി വെറിപൂണ്ട് കേരളം. ഇതൊക്കെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ ലാഭം ഇതിലുണ്ടായിരിക്കാം. പക്ഷെ മാധ്യമങ്ങൾ ഇത്തരത്തിലേക്ക് പോകുന്നത് മൂലം ഇപ്പം ആ നിയമനം നടത്തിയ ബാലു എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി കഴക ജോലി ചെയ്യാൻ തയ്യാറല്ല എന്ന്. അത്തരത്തില് പരീക്ഷ എഴുതി 1ാം റാങ്ക് മേടിച്ച് വന്ന ഒരാൾ അത്തരത്തിലേക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഈ കഴക ജോലിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് ശരിയായ രീതിയിലാണ്. അതിനൊന്നും നമ്മൾ തർക്കമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ അത് നടത്തിയ ബോർഡും ദേവസ്വം ബോർഡുമാണ് അവിടെ തെറ്റായ ഒരു സമീപനം സ്വീകരിച്ചത്. പിന്നെ വാർത്താമാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഈ മീഡിയാസിനും എല്ലാം അവരുടേതായ മീഡിയാസിന്, അതായത് പൊളിറ്റിക്കൽ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്. തീർച്ചയായും എഡിറ്റോറിയൽ പോളിസി ഉണ്ട്. ആ എഡിറ്റോറിയൽ പോളിസി അവർ നിശ്ചയിച്ചു വിട്ട് അതിനെ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാവുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു അംശമില്ല. ഇപ്പം CPM-നെ അനുകൂലിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ CPM എടുക്കുന്ന നിലപാടിന് അനുസൃതമായ രീതിയിലുള്ള അവരുടെ എഡിറ്റോറിയൽ പോളിസി ഫിക്സ് ചെയ്യുകയും അത് ഈ വാർത്താ അവതാരകർ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് സ്വതന്ത്രമായതോ അല്ലെങ്കിൽ നീതിയുക്തമായതോ ആയ ഒരു മാധ്യമപ്രവർത്തനം ഇവിടെ ഈ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ നടത്തുന്നതും ഇവിടെ ആർക്കും അങ്ങനെ ഇവരെ വിശ്വാസമൊന്നുമില്ല. അത് അവർ പറയുന്നതല്ല അതുവഴി ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അവർ പോലും വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവർ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇവർ നിരന്തരമായി ഇത്തരം ക്യാപ്ഷനുകൾ കൂടെ, അതായത് ജാതിപെറിയാണോ കേരളത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാപ്ഷനുകൾ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ ഇതിന്റെ മുഴുവൻ ഭാഗം എത്തിക്കാത്തപ്പോൾ കേരളത്തിലുള്ളവർ വിചാരിക്കും ഇവിടെ എന്തൊരു മോശം പരിപാടിയാണിത്. അപ്പോൾ എന്താ, ഈഴവനായതുകൊണ്ട് മാത്രം പുറത്താക്കിയെന്ന് മാത്രമേ അവർ പറയുന്നത്. അപ്പോൾ ഈ വാർത്താമാധ്യമങ്ങൾക്കും അവരും ഈ പറയുന്ന പുരോഗമന ചിന്താഗതിക്കാരാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി വ്യവസ്ഥകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, കാരണം ജാതി വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കാൻ തന്നെയാണ് സമൂഹത്തിന്റെ പൊതുവെയുള്ള വികാരവും എല്ലാം. പക്ഷേ അതിവിടെ സംഭവിച്ചതില്ലോ എന്നുള്ളതാണ് ചോദ്യം. ആ ജാതി ഉച്ചനീചത്വങ്ങൾ ഇവിടെ സംഭവിച്ചോ, അല്ലെ ജാതിയുടെ പേരിൽ ഒരാളെ മോശക്കാരനാക്കിയോ, ഒരാളെ പുറത്താക്കിയോ, ഒരാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയോ, അത് ജാതിയുടെ പേരിലാണോ ചെയ്തതെന്നുള്ളതാണ് പ്രശ്നം. അത് ജാതിയുടെ പേരിലാണെന്ന് പറയുമ്പോഴാണ് ഇവർക്ക് ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യവും കാര്യങ്ങളും ഇടുന്നത്. അല്ലെങ്കിൽ തെറ്റായ റിക്രൂട്ട്മെന്റ് കാര്യമാണെന്ന് വെച്ചാൽ പിന്നെ അയാളുടെ ഇവിടെ ജാതിക്ക് പ്രസക്തിയില്ല. അപ്പോൾ അവർക്ക് ആ ജാതിയുടെ പ്രസക്തിയില്ലായ്മ ഒരിക്കലും അവരുണ്ടാക്കാൻ തയ്യാറാവത്തില്ല. കാരണം ജാതിയെ പ്രസക്തമാക്കി നിർത്തിയാൽ മാത്രമേ ഇവർക്ക് ഇതൊരു വലിയ വാർത്തയാക്കാനും. ഇതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വ്യക്തി ബാലു എന്ന അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറഞ്ഞു ഞാൻ കഴക ജോലിക്കില്ലെന്ന്. കാരണം അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് തെറ്റാണ്. റിക്രൂട്ട്മെന്റ് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം റിക്രൂട്ട് ചെയ്ത ഏജൻസി അയക്ക് അദ്ദേഹത്തിന് മറ്റൊരു പൊസിഷന് കൊടുക്കേണ്ടി വരും. കാരണം അദ്ദേഹം ശരിയായ രീതിയിൽ ഉദ്യോഗം നേടിയ ആളാണ്. അപ്പം മറ്റൊരു പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കഴക ജോലിയിൽ തന്നെ തുടരണമെന്നുള്ള ഒരു കേസുമായി അദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് നിയമപരമായ നിലനിൽപ്പ് ഉണ്ടാകുമെന്നുള്ള സാധ്യത കുറവാണ്. പക്ഷേങ്കിൽ ഞാൻ കഴക ജോലിക്ക് ഇല്ലയെന്ന് പറയുമ്പോൾ ഇന്ന് മിനിസ്റ്റർ വാസവൻ പറഞ്ഞെന്താ, കഴക ജോലിയിൽ ബാലു തുടർന്നേ പറ്റൂ. മനസ്സിലല്ലേ, കഴക ജോലി ബാലുവിനെ കൊണ്ട് കഴക ജോലി ചെയ്യിച്ചേ അടക്കും മിനിസ്റ്റർ. എന്താ അതിൻ്റെ പുറകിലെ വികാരം? കാരണം അവിടെ ഈഴവനായ ഒരാളെ കഴക ജോലി ചെയ്യാൻ തന്ത്രിമാർ വിലക്കിയെടുത്ത് ഞങ്ങൾ ചെയ്യിച്ചു എന്ന ഒരു ജനങ്ങൾക്കിടയിലേക്ക് അതിൻ്റെ ഒരു പ്രപ്പഗൻഡ, അതിൻ്റെ ഒരു മേന്മ പൊളിറ്റിക്കലി അങ്ങനെ ഒരു ഫേക്ക് കാര്യത്തിന് വേണ്ടി നേടാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം വിവേചനങ്ങൾ സമൂഹത്തിലുണ്ടാക്കി ഒരു സ്പർദ്ധ വളർത്തിയിട്ട് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ രീതിയും മാധ്യമ പ്രവർത്തന രീതിയും ശരിയല്ല. രണ്ട് ഭാഗവും കേൾക്കണം, രണ്ട് ഭാഗത്തെക്കുറിച്ച് പറയണം. മാധ്യമങ്ങളാണ് തീർച്ചയായും പൊളിറ്റീഷ്യൻസിന് അവർക്കുടെ നേട്ടത്തിനെ കുറിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നതാണല്ലോ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗവും പറയാൻ അവർ തയ്യാറാവണം. ആ രണ്ട് ഭാഗവും പറയാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ആണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പോരായ്മ. അതൊരു വലിയ പോരായ്മയാണ്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന, ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന എന്താ, ജനങ്ങളുടെ മനസ്സിൽ സ്പർദ്ധയാണ്. ആ സ്പർദ്ധ സമൂഹത്തിൽ നല്ലതാണ്.
അപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാത്ത പ്രവൃത്തിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ മാധ്യമങ്ങളും ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു ഇടപെടലിലേക്ക് ഒന്നുകൂടെ, അതേപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാലുവിനോട് കൂടൽമാണിക്യം ക്ഷേത്രം ദേവസ്വം ജാതി ചോദിച്ചിട്ടില്ല എന്നുള്ളത് ബാലു പറഞ്ഞതായിട്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് ബാലുവിന് അവിടെ ഒരു ജാതി വിവേചനം ഇല്ല എന്ന് പറയുന്നു. ഇതേ ആൾക്കാർ തന്നെയാണ് ജാതി വെറി ഉണ്ടോ കേരളത്തിലും പറഞ്ഞ് ക്യാപ്ഷനുകൾ കൊടുക്കുന്നത്. അതാണ് 6 തന്ത്രി കുടുംബങ്ങൾക്കാണ് അവിടുത്തെ തന്ത്രി അവകാശമുള്ളത്. അതുപോലെ 12 കുടുംബങ്ങൾക്കാണ് കാരായ്മ അവകാശമുള്ളത്. അപ്പോൾ ഈ കാരായ്മ അവകാശത്തിലുള്ള ആൾക്കാരെ അവർക്ക് അവകാശപ്പെട്ട ആ ജോലി കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു വലിയ നീതികേടുണ്ട്. അതെ, കാരണം ഈ കാരായ്മ അവകാശത്തിൽ നിൽക്കുന്നവരെല്ലാം ഈ അമ്പലവാസികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആ ജോലികളൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. അതിന്നും ഭീമമായ വരുമാനം പോലും അവർക്കില്ല. അവർ ആ തുച്ഛമായ വരുമാനം കൊണ്ട് അങ്ങ് കഴിഞ്ഞുകൂടി പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് മറ്റു ജോലികളൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന കാരായ്മ ജോലികൾ അല്ല ഈ ജോലികൾ അവർക്ക് നൽകിയില്ലെങ്കിൽ, ഈ കഴക ജോലികൾ അവർക്ക് നൽകിയില്ലെങ്കിൽ അത് അവരോട് കാണിക്കുന്ന ഒരു വലിയ നീതികേടാണ്. അപ്പോൾ സമൂഹത്തിലെ എല്ലാവരെയും ഒരുപോലെ കാണണ്ടേ? അവരുടെ ക്ഷേമവും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ അവരെങ്ങനെ വേണ്ടേ പൊക്കോട്ടെ എന്ന് കരുതുന്നതും ശരിയായ ഒരു രാഷ്ട്രീയ വീക്ഷണമോ അല്ലെങ്കിൽ ഒരു ഭരണവർഗത്തിൻ്റെ ശരിയായ വീക്ഷണമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതെന്താണ് നിയമപരമായിട്ട് അവർക്ക് അവകാശപ്പെട്ടതുകൊണ്ടാണെന്ന് കരുതിക്കണം. അവിടെയാണ് നിയമപരമായിട്ട് അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആ നിയമപരമായിട്ട് അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് സംരക്ഷിക്കാതെ തെറ്റായി നടന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ ജാതീയപരമായിട്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പൊളിറ്റിക്കലി നേട്ടം കൊയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തെറ്റായ പൊതുപ്രവർത്തനമാണ്. അത് രാഷ്ട്രീയപരമായാലും സാമൂഹികപരമായാലും ഏത് തരത്തിലുള്ള പൊതുപ്രവർത്തനമായാലും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന പൊതുപ്രവർത്തനമായാലും അത് തെറ്റാണ്. ഈ ക്ഷേത്രത്തിലെ ദേവസ്വം ആക്ട് അനുസരിച്ച് ആ ക്ഷേത്രത്തിലെ അകത്തെ പ്രവർത്തികൾ നടത്താനുള്ള ആൾക്കാരെ നിയമിക്കേണ്ടത് അവിടുത്തെ തന്ത്രിക്കാണ്. അത് തന്ത്രിയുടെ അവകാശമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നത് അവിടുത്തെ ദേവസ്വം ആക്ടിന്റെ ഒരു ക്ലിയർ വയലേഷൻ അല്ലേ? ഗൂഡല്ലൂർ മാണിക്യം ദേവസ്വം ആക്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആക്ട് ഗൂഡല്ലൂർ മാണിക്യം ദേവസ്വത്തിനായിട്ടുണ്ട്. ആ ആക്ടിലെ 35-ാം വകുപ്പ് പറയുന്നത് ക്ഷേത്രകാര്യങ്ങളിലെ പൂജാതി കർമ്മങ്ങളിലെ തന്ത്രികൾ, അതായത് ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ അവസാന തീരുമാനമെടുക്കാനുള്ള അധികാരി എന്ന് പറയുന്ന തന്ത്രിയാണ്. അത് 35-ാം വകുപ്പ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കഴക ജോലികൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാന പൂജാ ശാന്തി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായി? അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലത്. അത് അവിടുത്തെ പൂജാതി കർമ്മങ്ങളുമായിട്ടും താന്ത്രിക കർമ്മങ്ങളുമായിട്ടും ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഒരു ഡയറ്റി, അതാണല്ലോ ആ ക്ഷേത്രത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് അവിടുത്തെ മൂർത്തിയാണ്. അതാണ് നിയമം പറയുന്നതും സങ്കല്പവും എല്ലാം അങ്ങനെ തന്നെയാണ്. ആ മൂർത്തിയുടെ പൂജാതി കർമ്മങ്ങൾ അതിനെ പരിപാലനം, ആ മൂർത്തിയുടെ പരിപാലനമാണല്ലോ ഈ പൂജാതന്ത്ര കാര്യങ്ങളെല്ലാം. അതിൻ്റെ ചുമതലപ്പെട്ട ആൾ തന്ത്രിയാണ്. ഈ കരക ജോലികൾ ആ പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലി, മാലകെട്ട്, നമുക്ക് മനസ്സിലായി, വിളക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതുണ്ട്. ഒരു ഉദാഹരണങ്ങൾ മാത്രം പറയാൻ പറ്റുന്നത് പല ക്ഷേത്രങ്ങളിൽ പല കർമ്മങ്ങളാണത്. അത് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായിട്ടും ചരിത്രമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അത് ഒരു എത്രയോ നമുക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാലം മുതൽ, പുറകോട്ടുള്ള ഒരു കാലം മുതൽ അത് നടന്നു വരുന്നതായിരിക്കും. അതങ്ങ് താഴ്വരയായിട്ട് അതങ്ങ് തുടർന്നു പോകാം. അതാണല്ലോ ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആചാരങ്ങളും അത്തരം അനുഷ്ഠാനങ്ങളും അത്തരം ചിട്ടകളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടെ ചേർന്നാണല്ലോ ക്ഷേത്രം. അപ്പോൾ അതെല്ലാം കൂടെ പരിപാലിച്ചാൽ മാത്രമേ ആ ക്ഷേത്രമായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതല്ലെങ്കിൽ അതൊരു വെറും ഒരു കെട്ടിടമായി പോകും. അപ്പം ഈ പറയുന്ന വിശ്വാസങ്ങൾ വേണം, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണം. അപ്പോൾ അതെല്ലാം കൂടെ പരിപാലിക്കാനുള്ള ചുമതലക്കാരൻ തന്ത്രിയാണ്. അതുകൊണ്ടാണ് തന്ത്രിക്കാണല്ലോ അതിനകത്തുള്ള വിജ്ഞാനമുള്ള ആൾ തന്ത്രിയാണല്ലോ. ഈ പറയുന്ന ക്ഷേത്രകാര്യങ്ങളെ അവിടുത്തെ പൂജാതി കർമ്മങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള വിജ്ഞാനമുള്ള ആളും തന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യങ്ങളുടെ എല്ലാ അധികാരം തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന തെറ്റായ റിക്രൂട്ട്മെൻറ്റിൽ അവിടെ ഒരാൾ വന്നതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരിയും തന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ജാതീയപരമായ ഒരു കാര്യം, ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരു എന്തായാലും അധിക്ഷേപം, ജാതീയപരമായ ഒരു അധിക്ഷേപം തന്ത്രി നടത്തിയായിട്ട് ആരും പറയുന്നില്ല. തന്ത്രി ഈ റിക്രൂട്ട്മെന്റിനെ ചോദ്യം ചെയ്തിട്ടുള്ളൂ. തന്ത്രി നിങ്ങൾ ഈഴവനായതുകൊണ്ട് ഇവിടെ ഈ ജോലി ചെയ്യാൻ യോഗ്യനാണോ
എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തന്ത്രി ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചത്. അങ്ങനെ ആരും പറയുന്നത് ബാലു പറയുന്നില്ല. എന്തിനീ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് അത് പറയാൻ പറ്റത്തില്ല. കാരണം തന്ത്രി എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. തന്ത്രി അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗമേ അങ്ങ് തമസ്കരിക്കുകയാണ്. ആ വിഷയം ഇവിടെ ചർച്ചയില്ല. റിക്രൂട്ട്മെന്റിലെ അപാകതകളെ കുറിച്ച് ഒരു ചർച്ചയില്ല. ചർച്ച ചെയ്ത് ഈ റിക്രൂട്ട്മെന്റ് അപാകമായി അവിടെ ജോലി നേടിയ ആളിൻ്റെ ജാതി മാത്രമാണ്. ഇതാണോ ഈ എന്താ ഒരു വികസിത സംസ്കാരം അല്ലെങ്കിൽ പരിഷ്കൃത സംസ്കാരം എന്ന് പറയുന്നത്? എന്ത് കാര്യത്തിലും ജാതി മാത്രം, എല്ലാത്തിനകത്തും ജാതി തിരഞ്ഞെടുത്തുകൊണ്ട് വന്ന് ആ ജാതിയെ മാത്രം ചർച്ച ചെയ്യുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത്. എന്നിട്ട് വിളിച്ചു പറയുകയും ചെയ്യും ഞങ്ങൾ പരിഷ്കൃത സമൂഹമാണ്, പുരോഗമന പ്രസ്ഥാനമാണ്. ഇതിനൊക്കെ വല്ലാത്ത കോമഡിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു എന്താ നമുക്ക് ഒരു വല്ലാത്ത കോമഡി എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതിനെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ തന്ത്രിമാര് ഒരു സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് തന്ത്രിമാർ പറയുന്നത്. അതായത് ഈ നിയമത്തിനെ പ്രതികൂലിച്ചുകൊണ്ട് അവർ സമരത്തിലേക്ക് കടക്കുകയാണ്, തന്ത്രസമരം നടത്തുകയാണ്. അപ്പൊ നമ്മുടെ മന്ത്രി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സമരവുമായി മുൻപോട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാണ്. അതിന്റെ കാര്യമുണ്ടോ ശരിക്കും? അല്ല, ഈ സമരങ്ങളാണ് സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. സമരങ്ങളാണെന്ന്. അപ്പം അവർ സമരത്തിൻ്റെ ആൾക്കാർ, എന്തിനും ഏതിനും സമരം എന്നുള്ള ഒരു സമരം എന്ന് പറയുന്ന ഒരു എന്താ പ്രതിഷേധത്തിൻ്റെ സ്വരമാണല്ലോ സമരമായിട്ട് മാറുന്നത്. ആ ഒരു പോസിറ്റീവ് കാര്യത്തെ ജനങ്ങൾക്കിടയിൽ വെറുപ്പിച്ചവരാണ് ഇവർ, സമരം എന്ന് പറയുന്ന കാര്യം. അങ്ങനെ ഒരു സമരം തന്ത്രിമാർ ചെയ്താൽ അതെങ്ങനെ തെറ്റാവുന്നു? തന്ത്രിമാരൊരു സമരം ചെയ്തിട്ട് അവർ അക്രമപ്രവർത്തനത്തിലോട്ട് പോവോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലോട്ട് പോയാൽ മാത്രമല്ലേ അതൊരു കുറ്റകരമാകത്തുള്ളൂ. ഇപ്പോൾ ഒരു തന്ത്രി ഈ പറയുന്ന റിക്രൂട്ട്മെന്റിനെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ആ തന്ത്രി കുടുംബത്തിലെ ഒരാൾ ആ അമ്പലത്തിന്റെ വാതിക്കൽ ചുമ്മാ അവിടെ ഇരിക്കുക എന്ന് കരുതിക്കൂ, സമരമില്ലേ? അദ്ദേഹത്തെ എന്തിനാ കേസെടുക്കുന്നത്? എന്ത് കേസെടുക്കുന്നത്? അപ്പോൾ അവിടെ കേസെടുക്കണമെങ്കിൽ എന്താ, ജാതീയപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു വേണം കേസെടുക്കാൻ, അല്ലേ? അപ്പോൾ ജാതീയപര അധിക്ഷേപം നടന്നിട്ടില്ലല്ലോ. അപ്പോൾ കേസെടുക്കാൻ ഒരു സ്കോപ്പ് അതേ ഉള്ളൂ. ചുമ്മാ ഒരു മനുഷ്യൻ സമരമായിട്ട് അവിടെ ഓരോരുത്തരുന്നു കേസെടുക്കേണ്ട കാര്യങ്ങൾ അവിടെ ഇരുന്നോട്ടെന്ന് വെച്ചാൽ മതി. അല്ലെ പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നിരാഹാര സമരമല്ലോ നടന്ന ജീവഹാനി പോലുള്ള അറസ്റ്റ് ചെയ്ത് മാറ്റുമൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അല്ലാതെ ഒരാൾ സമരം ചെയ്തു എന്ന് കരുതി മാത്രം കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതൊരു അക്രമപ്രവർത്തനത്തിലേക്കോ നിയമവിരുദ്ധ പ്രവർത്തനത്തിലേക്കോ പോകണം. അല്ലാതെ കേസെടുക്കാൻ ഉള്ള സ്കോപ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ ജാതീയപരമായി അധിക്ഷേപിച്ചു എന്നുള്ള പേരിൽ കേസെടുക്കാം. ജാതീയാധിക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ. ജാതീയപര അധിക്ഷേപത്തിൻ്റെ ഒരു എവിഡൻസും എങ്ങുമില്ല, ആരോപണങ്ങൾ പോലും ഇല്ല ഒരു വ്യക്തിയെ ജാതീയപര അധിക്ഷേപം. അപ്പോൾ ഈ കേസെടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കേസ് ചിലപ്പോൾ ഇവരങ്ങ് എടുത്തെന്ന് വരും. അപ്പോൾ എന്തോ അതിൻ്റെ അർത്ഥം? കള്ളക്കേസെടുക്കും. അപ്പം മിനിസ്റ്റർ പരോക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ, തന്ത്രിമാര് സമരത്തിന് ഇറങ്ങിയാൽ കള്ളക്കേസെടുക്കുമെന്ന് പറയും, അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല തന്ത്രിമാരെ ഒരുപക്ഷെ പൂജകൾ മുടക്കിക്കൊണ്ട് സമരത്തിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും എത്ര പ്രതിഷേധത്തിൻ്റെതാണെങ്കിലും അവിടുത്തെ നിത്യപൂജകൾ മുടക്കാൻ അവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തന്ത്രിമാർ വേണ്ട, നിത്യപൂജകൾ ചെയ്യാൻ മേൽശാന്തിമാരും മറ്റ് ശാന്തിമാരും ഉണ്ട്, ദേവസ്വം അവിടെ അപ്പോയിന്റ് ചെയ്ത ശാന്തിമാരുണ്ട്. പൂജകൾ മുടങ്ങത്തില്ല. അതുകൊണ്ട് തന്ത്രിമാർ ഏത് തരത്തിലുള്ള സമരത്തിലേക്കാണ് പോകുന്നത് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഏത് തരത്തിലുള്ള സമരത്തിലേക്ക് അവർ പോയാലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്താത്ത അവസ്ഥയിലോ അവർ അക്രമപ്രവർത്തനം നടത്താത്ത അവസ്ഥയിലോ അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നത് അതാണ് തികച്ചും നിയമവിരുദ്ധമായ കാര്യം. മനസ്സില്ല? കേസെടുക്കുമെന്ന് പറഞ്ഞ സമരത്തിന് വരുന്നവരെ ഭയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് ശരിയായ ഒരു ജനാധിപത്യ രീതിയല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തെ നമ്മുടെ സർക്കാർ കൊണ്ടെത്തിക്കാൻ നോക്കുന്നത് വലിയൊരു ജാതി പ്രക്ഷോഭത്തിലേക്കാണ്. അല്ലെങ്കിൽ ഈ ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികൾക്കിടയിലേക്ക് ഈ രണ്ട് ജാതികളെ തമ്മിൽ, അതായത് മുന്നോക്ക ജാതി പിന്നോക്ക ജാതി എന്നുള്ള പണ്ടത്തെ ഒരു സമ്പ്രദായം കൊണ്ടുവന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ രണ്ട് ചേരിയാക്കി തമ്മിലടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടിയല്ലേ നമ്മുടെ സർക്കാർ ഇത് മൂലം കടക്കുന്നത്? ഈ വിഷയത്തിൻ്റെ പുറകിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ ജാതീയപരമായ ഈ അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തതയുണ്ട്. അതൊരു റിക്രൂട്ട്മെൻറ്റിലെ അപാകതകളെ കുറിച്ചുള്ള വിഷയം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലെ പ്രധാനമായ അവരുടെ ഒരു ആക്ഷേപമായിട്ട് അവരെ സ്വയം വിമർശനം എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു കാര്യം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് BJP-ക്ക് പോകുന്നു. അതിനൊപ്പം തന്നെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ
പാർട്ടി അണികൾക്കും നേതാക്കന്മാർക്കും കഴിയുന്നില്ല. അതെ, അവർ രണ്ടാമതായിട്ട് കണ്ടെത്തിയ അവരുടെ പ്രവർത്തനത്തിലെ ഒരു പോരായ്മയാണ്. പക്ഷേ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവരുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നു. അത് CPM-ന്റെ ഏറ്റവും വലിയ മറ്റൊരു ആശങ്കയാണ്. അതായത് CPM ഹിന്ദു വോട്ടുകൾ, അതായത് ബ്രാഹ്മണൻ മുതൽ നായാടി വരെ ഒറ്റ ഹിന്ദുവായിട്ട് നിലകൊള്ളണമെന്ന് പറയുന്ന ആഹ്വാനങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഈ ആഹ്വാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഹിന്ദു എന്ന് പറയുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒറ്റ ഒരു ചരലിൽ കോർക്കപ്പെട്ടാൽ അത് പൊളിറ്റിക്കലി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ദോഷകരമായി വരുമെന്നും അത് BJPക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും അനുകൂലമായി വരുമെന്നുമുള്ള ഒരു ഭയം ഈ പറയുന്ന ഈ ഇന്ത്യ മുന്നണിയായിട്ട് ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കൈകോർത്ത് രാജ്യത്തോട് നിന്ന ആ മുന്നണിയിൽ പെട്ടുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ആ ഒരു ആകുലതയുണ്ട്. അത് വസ്തുതയാണ്. രണ്ട്, ഇപ്പം കേരളം വളരെ അടുത്ത 2 ഇലക്ഷനുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, തൊട്ടടുത്ത് തന്നെ അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പം ഈ പറയുന്ന 2 ഇലക്ഷനുകളിലും ഈ ഹിന്ദു ഏകീകരണത്തെ എങ്ങനെ തുരങ്കം വെക്കാമെന്ന് ചിന്തിച്ച് തലപുകഞ്ഞ് നടക്കുന്ന മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിലത്തെ ഘടകകക്ഷികളാണല്ലോ CPM-ഉം കോൺഗ്രസും എല്ലാം. അവർക്ക് വീണ് കിട്ടിയ ഒരു അറക്കവാളായത്. കാരണം ഈ പറയുന്ന വിഭാഗത്തിനെ ഭിന്നിപ്പിക്കാൻ അവർക്ക് വീണ് കിട്ടിയ ഒരു അറക്കവാളാണ് ഈ കൂടൽമാണിക്യം വിഷയം. അവരതിനെ മാക്സിമം ഉപയോഗിക്കുന്നു, അത്രയും കണ്ടാൽ മതി. അതിൻ്റെ പൊളിറ്റിക്കലി അവർക്ക് ഈ ഹിന്ദു വിഭാഗത്തിലെ ആൾക്കാരെ ജാതീയപരമായ രീതിയിൽ ഭിന്നിപ്പിച്ച് നിർത്തി ഈ ഹിന്ദു എന്ന ഒറ്റ വികാരം ഉണ്ടാകാതെ അതിനകത്തെ അതെന്നും ബ്രാഹ്മണനെന്നും ഈഴവനെന്നും നായരെന്നും വാര്യരെന്നും ഒക്കെ പ്രത്യേകം വിഭാഗങ്ങളായി ഇതൊരിക്കലും യോജിക്കാതെ നിർത്തണം എന്ന അവരുടെ അവരങ്ങനെ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിച്ചുറച്ച് ചെയ്യുന്ന പതിവ് പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ കാണുന്നത്. അവരുടെ പതിവ് പ്രവർത്തന ചര്യ തന്നെ ഈ ഒരു ലക്ഷ്യം കൂടെ മുന്നിൽ വെച്ചാണ്. ഹിന്ദു ഏകീകരണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹിന്ദു ഏകീകരണം ഉണ്ടായാൽ പൊളിറ്റിക്കലി അത് BJPയെ സഹായിക്കുമെന്നും RS സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സഹായിക്കുമെന്നും കോൺഗ്രസിനും CPM-നും അത് ദോഷമായിട്ട് വരുമെന്നും അവർ തീർച്ചയായും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭിന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഏതൊരു ടൂളും അല്ലെങ്കിൽ ഏതൊരു സംഭവവും അവരുപയോഗിക്കും. ഇവിടെ അവരത് കൃത്യമായി ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം CPM-ന് അറിയാം ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഒന്ന് ജാതീയപരമായിട്ട് ഒന്ന് ചർച്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തമ്മിലടിക്കാൻ ഹിന്ദുക്കൾ റെഡിയാണ്. മനസ്സിലായില്ലേ? അന്നേരം ഹിന്ദുവിന് ഉച്ചനീചത്വങ്ങളും ഞാൻ ഈഴവനായതുകൊണ്ടാണോ അയാളെ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് അപ്പം ഈഴവർക്ക് അവരുടെ അഭിമാന ബോധം ഉണരും. അന്നേരം അവരതിന് പ്രതികരിക്കും. ആ പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇഞ്ചുറി ഉണ്ടാക്കും. ആ ഇഞ്ചുറി പിന്നീട് ആ ഇഞ്ചുറി ഒന്ന് ഭേദമാകാൻ സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ ഇതുപോലെ അടുത്തത് കിട്ടും. അന്നേരം അത് സമൂഹത്തിലേക്ക് ആ വിഷയം ഇൻജെക്റ്റ് ചെയ്യാം. അന്നേരം വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാം. അതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതവർ നാളുകളായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കോൺഗ്രസ്സുകാരും എല്ലാം നല്ലതുപോലെ ഇവിടെ പയറ്റി അതവരിവിടെ വിജയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതവർ ഇവിടെയും ഉപയോഗിക്കുന്നു. അവരതിൽ കാര്യമായ വിജയം നേടിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് കാര്യമായ വിജയം നേടിയതുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും ചർച്ച ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അത് തന്നെ അവർ നേടിയ വിജയമാണ്. അത് മതി, ആ കോലാഹലം മതി. ആ കോലാഹലം ഉണ്ടാക്കുന്നതോടെ തന്നെ അവരുടെ ലക്ഷ്യം വിജയിച്ചു. മനസ്സിലായി? ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ തന്ത്രി ആദ്യമായിട്ട് അധിക്ഷേപിച്ചില്ലെന്നൊക്കെയുള്ള ഈ കാര്യങ്ങൾ മനുഷ്യൻ പിന്നെ മനസ്സിലാക്കി വരും. മനസ്സിലാക്കിയപ്പോൾ അവിടെ ജാതീയമായ പ്രശ്നമില്ല. ഒരു റോങ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രതിഷേധം മാത്രമായിരുന്നു കണ്ടു കഴിയുമ്പോൾ ആളുകൾ മനസ്സിലാക്കും. പക്ഷെ അപ്പോഴത്തേക്ക് ഈ ആദ്യമുണ്ടായി മനസ്സിലാക്കലിൻ്റെ പേരിലുണ്ടാകുന്ന പ്രസ്താവന യുദ്ധങ്ങളും മറ്റും കാര്യങ്ങളുമായി മനസ്സുകളിൽ അതിൻ്റെ ഇഞ്ചുറി ഉണ്ടായിരിക്കും. അത് മതി അവർക്ക്. പിന്നീട് ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാലേ അവർക്കൊന്നുമില്ല. അവർ നേടേണ്ടതിനോ അതിനുള്ളിൽ തന്നെ നേടിയിട്ടുണ്ടാവും. പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പല വിധത്തിലുള്ള ഇത്തരം ചർച്ചകൾ സമൂഹത്തിലേക്ക് വരും. അപ്പം നമ്മൾ അതിൻ്റെ സ്വാഭാവിക നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇരുഭാഗത്തെയും മനസ്സിലാക്കുക. നമ്മൾ ഈ സമാധാന ബുദ്ധിയോടെ ഈ 2 കാര്യങ്ങളെയും നമ്മളൊന്ന് അപഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം
നമ്മൾ അതിനോട് പ്രതികരിക്കുക, അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ ഉച്ചത്തിൽ പറയുന്ന കാര്യങ്ങളോ സത്യമാകണമെന്നില്ല. കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ അവരുടെ പുറകിലുണ്ട്. അവർ ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഒരുപാട് ഉച്ചത്തിൽ പല കാര്യങ്ങളും വളച്ചൊടിച്ച് സംസാരിക്കും. പക്ഷേ ശരിയായ അവബോധത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ബോധമാണ്. ആ ബോധം നമ്മൾക്കുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. കാരണം ആ ബോധത്തെ തെറ്റിക്കാനുള്ള ഒരുപാട് ചലനങ്ങൾ സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും മറ്റ് അതിൻ്റെ ആവശ്യക്കാരൊക്കെ അവരുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ബോധത്തെ മുറുകെ പിടിച്ച് നമ്മൾ കാര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കി നമ്മളുടെ ബോധം മനസ്സുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ്. അത് മാത്രമാണ് ഈ വക കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾ എന്നും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ നിരവധി തെറ്റിദ്ധാരണകൾ എത്തും. പക്ഷേ സത്യമെന്തെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് IBN മലയാളം ആശംസിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് രാജേഷ് പുളിനത്തിന് നന്ദി. നമസ്കാരം. നമസ്കാരം.